അപ്പോൾ ഇന്ന് ഞാൻ കാര്യങ്ങളെല്ലാം ചെറുതായിട്ടൊന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നമ്മുടെ ഷവർമ്മയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇളം ചൂടുള്ള വെള്ളം, ഒത്തിരി ചൂട് കൂടിപ്പോകരുത്, ചൂട് കുറഞ്ഞും പോകല്ല. ഇളം ചൂടുള്ള വെള്ളം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഈസ്റ്റും പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടച്ച് വെക്കുവാണ്. ഇതൊന്ന് പുളിച്ച് പൊങ്ങി വരണം, അതിന് വേണ്ടിയിട്ടാണ്. ഇതൊഴിച്ചിട്ടാണ് നമ്മൾ കുബ്ബൂസിനുള്ള മാവ് കുഴയ്ക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് എടുത്ത് വെക്കുവാണെങ്കിൽ അത് കറക്റ്റായിട്ട് പുളിച്ച് പൊങ്ങി വന്നോളുവേ. എല്ലാ ദിവസവും ഒരേ ഐറ്റംസ് തന്നെ ഉണ്ടാക്കി നിങ്ങൾക്ക് ബോറടിക്കത്തില്ല. അത് കാരണം ഞാൻ ചെറുതായിട്ടൊന്ന് മാറ്റി പിടിച്ചാണേ. അപ്പോൾ ഇതൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം അതായത് ബോൺലെസ് ചിക്കൻ കുറച്ച് പീസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ഉപ്പ് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തിരുമ്മി എടുത്ത് വെച്ച് ഒരു അരമണിക്കൂറോളം ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നല്ല ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യരുത്, ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. ചെറുതായിട്ടൊന്ന് കളർ മാറി വരണം, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ ആദ്യമേ പുരട്ടി എടുത്ത് മാറ്റി വെച്ചു. അപ്പോഴത്തേക്ക് നമ്മുടെ ഈസ്റ്റൊക്കെ പൊളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട്, ഇതാ കണ്ടല്ലോ. അപ്പോൾ ഇതൊഴിച്ചിട്ട് നമ്മൾ മാവ് കുഴയ്ക്കാനായിട്ട് പോവുകയാണ്. ഇതും എടുത്ത് വെക്കുന്നതും മാവ് കുഴയ്ക്കുന്നതും കുറച്ച് സമയം നമ്മൾ വെക്കേണ്ട കാര്യങ്ങളാണ്. അപ്പം മാവ് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് മൈദയാണ് ഞാൻ എടുക്കുന്നത്. മൈദയ്ക്കകത്തോട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമ്മുടെ ആ ഈസ്റ്റൊക്കെ എടുത്ത് വെച്ച വെള്ളം ഉണ്ടല്ലോ, അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് കുറച്ച് വീതം കുഴച്ചെടുക്കുവാണേ. നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് പരത്തുന്നതിലും കുറച്ചും കൂടെ ലൂസ് ആയിരിക്കണമേ. ആദ്യം കുറച്ച് ഒഴിച്ചിട്ട് പിന്നെ കുറച്ച് കുറച്ച് വീതം ഒഴിച്ചാൽ മതി. ഞാൻ ഒരു ഗ്ലാസും ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ എടുത്തിട്ടുണ്ടേ. അപ്പം നമ്മുടെ മൈദ എടുക്കുന്ന പൊടിയുടെ അളവിനനുസരിച്ച് വെള്ളത്തിൻ്റെ അത് മാറും. ആ ഈസ്റ്റ് ഒഴിച്ച വെള്ളവും അതിൻ്റെ കൂട്ടത്തിൽ കുറച്ചും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. എക്സ്ട്രാ ഒരു 2-3 സ്പൂൺ കൂടെ വന്നിട്ടുള്ളതെന്ന് തോന്നുന്നു കേട്ടോ. അപ്പം അത് നന്നായിട്ട് ഇതാ കുഴച്ച് ഈ പരുവത്തിലെത്തി ഒരു ബോൾ പോലെ ആക്കി അവിടെ എടുത്ത് വെച്ചേക്കണം. കുറച്ച് ലൂസായിട്ടായിരിക്കണം കുഴയ്ക്കുന്നത്, ഓവറായിട്ട് ലൂസായി പോവുകയും ചെയ്യില്ല. ഒരു നനഞ്ഞ തുണി ഇട്ടിട്ടൊന്ന് മൂടി വെച്ചാൽ മതിയേ. എന്നിട്ട് നമ്മുടെ അതിന് വേണ്ടിയിട്ടുള്ള പച്ചക്കറി എല്ലാം അരിഞ്ഞ് വെക്കുവാണ്. ക്യാരറ്റ് ഉണ്ടായിരുന്നു, തക്കാളിക്ക ഉണ്ടായിരുന്നു, പിന്നെ ക്യാബേജ് ഉണ്ടായിരുന്നു, പച്ചമുളകല്ലാതെ ക്യാപ്സിക്കം വേണം, പിന്നെ സവാള. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുവാണ്. അപ്പം മിക്സ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഉപ്പ്, കുരുമുളക് പൊടി ഇത് രണ്ടും, പിന്നെ ഒരു ചെറിയ അടപ്പ് വിനാഗിരി. വിനാഗിരി ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ നാരങ്ങ നീര് ഏതാണെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതൊഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുവാണേ. നമ്മുടെ കയ്യിൽ ഇത്ര പച്ചക്കറി ഉണ്ടെന്ന് വെച്ചിട്ട് അതനുസരിച്ച് നമുക്ക് ഇടാം. ക്യാപ്സിക്കം ആണേലും ക്യാരറ്റ് ആണേലും തക്കാളിക്ക ആണേലും ക്യാബേജ് ആണേലും ഇതൊക്കെ നല്ലതാണ്. ഇതല്ലാതെ നമ്മൾ വേറെ ഐറ്റംസ് ഒന്നും സാധാരണഗതിയിൽ ഇടാറില്ല. അപ്പോൾ ഇതൊക്കെ ഞാനൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുരുമുളക് പൊടി, ഉപ്പ്, വിനാഗിരി. എന്നിട്ട് ഞാൻ നമ്മൾ നേരത്തെ പുരട്ടി വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ, അതൊന്ന് എണ്ണയിൽ ചെറിയ തോതിലൊന്ന് വറുത്തെടുക്കുവാണ്. ജസ്റ്റ് ഒന്ന് കളർ മാറി വന്നപ്പോഴത്തേക്ക് ഞാനിങ്ങനെ എടുത്തേ. കുഞ്ഞു കുഞ്ഞു പീസായിട്ട് എടുക്കാനായിട്ട് ഓർത്തോണേ. ഇത് കണ്ടോ, നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അതായത് നമ്മൾ ഉണ്ടാക്കിയതിൻ്റെ ഇരട്ടിയായിട്ടത് വരും. അതാണ് അതിൻ്റെ കണക്ക്. അത് നന്നായിട്ട് പൊങ്ങി വന്നാൽ മാത്രമേ നമ്മുടെ കുബ്ബൂസ് ഉണ്ടാക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് വരത്തുള്ളേ. അപ്പം ചിക്കന് ഞാൻ എടുത്ത് വറുത്തു. ഇത് ഞാൻ മയണൈസ് ഉണ്ടാക്കിയതാണ്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ തന്നെ ഇടാവേ. വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ മയണൈസാണ്, വളരെ എളുപ്പമാണ്. ഇനി നമ്മുടെ ആ മാവിനെ കുറച്ച് മൈദാപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് പരത്തിയെടുക്കാം. ചപ്പാത്തിക്ക് പരത്തുന്നതിനേക്കാളും കുറച്ചും കൂടെ വലിയ ബോൾസ് ആക്കി എടുത്തോണേ. കാരണം മറ്റേതിലും കുറച്ചുകൂടെ തിക്കായിട്ടാണ് നമ്മൾ ഈ ചപ്പാത്തിക്ക് പരത്തുന്നത്, തിന്നായിട്ടല്ലേ വരുന്നത്. അതിലും കുറച്ചും കൂടെ തിക്കായിട്ടായിരിക്കും നമ്മളിത് പരത്തി വരുമ്പോഴത്തേക്ക്. ഇപ്പം ഈ മാവ് എടുക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, കുറച്ച് ലൂസാണ്. ചപ്പാത്തിയുടെ മാവിൻ്റെ ആ പരുവമല്ല, കുറച്ചും കൂടെ ലൂസായിട്ടുള്ളതാണേ. കൈ കൊണ്ട് കറക്റ്റായിട്ട് വട്ടത്തിൽ വെച്ച് വരാൻ അറിയാവുന്നവർക്ക് അങ്ങനെ അങ്ങ് എടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ. എന്താണെങ്കിലും ഞാൻ ചെറുതായിട്ടൊന്ന് പരത്തുന്നുണ്ടേ. കണ്ടോ, കുറച്ച് കട്ടിയായിട്ടാണ് എടുക്കുന്നത്. നേരെ ചൂടായ കല്ലിലോട്ടിട്ട് മോള് വശം ഒന്ന് ചെറിയ കൊമള പോലെ വരുന്ന സമയത്ത് തിരിച്ചു മറിച്ചു വിട്ടിട്ട് ഇത് നന്നായിട്ട് പൊങ്ങി വരും കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ എടുത്ത് വെച്ച് ഒരു 4, 5, 6 കുബ്ബൂസ് ഉണ്ടായിരുന്നു. അപ്പം അത്രയും ഞാൻ ഉണ്ടാക്കിയെടുത്ത് മാറ്റി വെച്ചു. മയണൈസ് എടുത്ത് വെച്ചു, പച്ചക്കറിയൊക്കെ മിക്സ് ചെയ്തതെടുത്തു. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ആ ചിക്കൻ നേരത്തെ എടുത്ത് വെച്ചതും കൂടെ ചെറുതായിട്ട്
ഒന്ന് കട്ട് ചെയ്തിട്ട് അതിലേക്ക് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് പച്ചക്കറിക്കകത്തോട്ട് കേട്ടോ. പിന്നെ കെച്ചപ്പ് എടുത്തിട്ടുണ്ട്, ടൊമാറ്റോ. അപ്പം നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ആദ്യം തന്നെ നമ്മുടെ കുബൂസ് എടുത്ത് വെക്കുന്നു. അതിൻ്റെ മുകളിലേക്ക് മയണൈസ് തേക്കുവാണേ. അതിൻ്റെ മുകളിൽ നമ്മുടെ കെച്ചപ്പ് വെക്കുന്നു. രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. എന്നിട്ട് നമ്മൾ ചിക്കനും വെജിറ്റബിൾസും എല്ലാം കൂടെ മിക്സ് ചെയ്തതല്ലേ, അത് ഇതിൻ്റെ മുകളിലേക്ക് വെക്കുവാണേ. മയണൈസും കെച്ചപ്പിൻ്റെ ടേസ്റ്റും ഒക്കെ ഓവറായിട്ട് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് ഒരു റൗണ്ടും കൂടെ നമുക്ക് മയണൈസും കെച്ചപ്പും കൂടി ഇടാവേ. ഇതിങ്ങനെ മടക്കി ചുരുട്ടി അങ്ങ് വെക്കുന്നതോടുകൂടി നമ്മുടെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഷവർമ റോള് കേട്ടോ. എളുപ്പം നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളേ. അപ്പം എൻ്റെ പെങ്കൊച്ചിനും ചെറുക്കാപ്പിക്കും ഒക്കെ കൊടുത്തു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിൽ ഒരു വഴക്കുമില്ല, ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ കഴിച്ചോളുവേ. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.